കോടതി കേസുകൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥന. 1 കൊരിന്ത്യസ് 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടായിരിക്കുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതമായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുന്നുവോ? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? കർത്താവായ ഈശോയെ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ നിനക്ക് സമർപ്പിക്കുന്നു. ഈ കേസിന്റെ വാദികളെയും പ്രതികളെയും വക്കീൽമാരെയും വിധി പറയുന്ന ജഡ്ജിമാരെയും കേസിന്റെ ഫയലുകളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈ കേസിൽ ദൈവമഹത്വം പ്രത്യക്ഷമാകട്ടെ. ദൈവഹിതം ഈ കേസിൽ നടപ്പിലാകട്ടെ. ഈശോയെ, ദൈവമേ, റൂഹായേ, ആരാധന. എന്റെയും കുടുംബത്തിന്റെയും പൂർവികരുടെയും പാപങ്ങൾക്ക് ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിൻ ദൈവമേ, കർത്താവേ, ക്രിസ്തുവേ, കനിയണേ. ഈ കേസിനെ സങ്കീർണമാക്കുകയും നിത്യവൈരാഗ്യത്തിലേക്കും കലഹങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്ന തിന്മകൾ യേശുനാമത്തിൽ പുറത്തു പോകട്ടെ. നുണ പറയിപ്പിക്കുകയും അന്യായമായ വാദമുഖങ്ങൾ ഉന്നയിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്ന ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ അകന്നു പോകട്ടെ. വെറുപ്പിന്റെയും വാശിയുടെയും ദുരാഗ്രഹത്തിന്റെയും ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ബന്ധന പ്രാർത്ഥന. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. റാഫേൽ മൈക്കിൾ ദൂതന്മാർ, മാർ യൗസേപ്പും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ, പുണ്യാത്മാക്കൾ സഹദാമാർ കാവൽ നിന്നും നൽകട്ടെ. തിരുരക്തത്തിനഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. മാർ സ്ലേവായുടെ അടയാളം രക്ഷാമുദ്ര തിരുമുദ്ര രക്ഷകനേശു പതിക്കട്ടെ. ദുഷ്ടാരൂപികൾ അകലട്ടെ. ദൈവാത്മാവ് ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ക്ഷമിക്കുവാൻ കൃപ നൽകണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സർവരുടെയും ഹൃദയത്തിലും നാവിലും പരിശുദ്ധാത്മാവേ വന്നു വസിക്കണമേ. സർവരും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധാത്മാവേ പ്രേരണ നൽകണമേ. അന്യായ വ്യവഹാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവേ എല്ലാവരെയും പിന്തിരിപ്പിക്കണമേ. പകയുടെയും പ്രതികാരത്തിന്റെയും ദുഷ്ടശക്തികളെ തോൽപ്പിക്കാൻ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പകയുടെയും പ്രതികാരത്തിന്റെയും ദുഷ്ടശക്തികളെ തോൽപ്പിക്കാൻ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വാദികളെയും പ്രതികളെയും സാക്ഷികളെയും വക്കീൽമാരെയും ജഡ്ജിമാരെയും പരിശുദ്ധാത്മാവേ നിയന്ത്രിക്കണമേ. റൂഹായുടെ അഭിഷേകം സത്യത്തിന്റെ വിജയത്തിന് കളമൊരുക്കട്ടെ. റൂഹായെ, സ്തുതി, നന്ദി, ഹല്ലേലൂയ. രക്ഷ നൽകുന്ന യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും എന്നെ പിന്തുടരുന്ന വ്യവഹാരത്തിന്റെ അശുദ്ധ പാരമ്പര്യത്തെ യേശുനാമത്തിൽ ഞാൻ തകർക്കുന്നു. ഈശോയെ, ശാപങ്ങൾ ഏറ്റെടുക്കണമേ. സത്യത്തിന്റെ അവതാരമായ യേശുവിന്റെ നാമത്തിൽ ഈ കേസിൽ സത്യം വിജയിക്കട്ടെ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ. യേശുവേ, സ്തുതി, നന്ദി, ഹല്ലേലൂയ. കോടതി കേസുകൾ പാഴ്ചെലവും സമയനഷ്ടവും മാനഹാനിയും കുടുംബനാശവുമാണെന്ന് പഠിപ്പിച്ച വാഴ്ത്തപ്പെട്ട ചാവറയച്ച, കോടതി കേസുകളുടെ ഊരാക്കുടുക്കുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
ഏശയ്യാ 54 17 കർത്താവ് അരുളിച്ചെയ്യുന്നു: നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. ഏശയ്യാ 10 പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തുകളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. സങ്കീർത്തനം 35 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നീതി എനിക്ക് നടത്തിത്തരണമേ. എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദചാർപ്പിടട്ടെ. ഏശയ്യാ 62 1 സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കട്ടെ.